ഞാനിപ്പോൾ ഓക്കെ, തന്നിരിക്കുന്ന നോട്ട്സ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അത് എന്തായാലും മസ്റ്റായിട്ട് ആ നോട്ട്സ് എല്ലാവരും നിങ്ങൾ പഠിക്കണം. അതിൽ നിന്നൊന്നും കളയാനില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എടുത്ത് നോട്ടിൽ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ക്ലാസിക്കൽ അസംഷൻസ്. ഞാൻ പറഞ്ഞു നമുക്ക് 10 നമ്പേഴ്സ് ഉണ്ട് ക്ലാസിക്കൽ അസംഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്ലാസിക്കൽ അസംഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ് വരെ 4 അസംഷൻസ് ആണ് പറഞ്ഞത്. സോ നമുക്ക് 4 അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ 5ാമത്തെ അസംഷനിലേക്ക് വരാം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് the model should be linear model, especially linear in parameter. ഇതാണ് ആദ്യത്തെ അസംഷൻ. അതായത് ഓയിലസ് ആണ് നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കണം, അത് ലീനിയർ ഇൻ പാരാമീറ്റർ ആണെന്നുള്ളത്. അപ്പൊ ഈ ഒരു മോഡലിൽ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, വൈ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതുപോലെ β1 β2 എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് കോഎഫിഷ്യന്റും സ്ലോപ്പ് കോഎഫിഷ്യന്റും ആണ്. ui എന്ന് പറയുന്നത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ്. ഇതെല്ലാം ലീനിയർ ആണ്. നമ്മൾ ലീനിയർ ആണോ നോക്കാനായിട്ട് റേസ് ടു ദ പവർ 1 ആണ് നോക്കിയാൽ മതി. 1 നമ്മൾ ഒരു ലെറ്ററിന്റെയും മുകളിൽ നമ്മൾ 1 എഴുതാറില്ല, റേസ് ടു ദ പവർ 1 എന്ന് എഴുതാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ്. നമുക്ക് അത് അങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ y i is equal to β1 plus β2 xi plus ui. നമ്മൾ ഈ അസംഷൻസ് എല്ലാം പറയുന്നത് PRF-നെ വെച്ചിട്ടാണ്, SRF വെച്ചിട്ടല്ല. അപ്പോൾ ഇത് PRF ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുകളിലൊന്നും ക്യാപ്പ് ഇടുന്നില്ല. ഇഫ് ദർ ഈസ് ക്യാപ്പ്, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. എസ്റ്റിമേറ്റേഴ്സ് ആണെന്നാണ് അർത്ഥം. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് ആർ ഫിക്സ്ഡ് ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. എക്സ് വാല്യൂസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ഇനി വേറൊരു സാമ്പിൾ തരികയാണെങ്കിൽ y മാത്രമേ മാറുകയുള്ളൂ, എക്സ് മാറില്ല. എക്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, റിപ്പീറ്റഡ് ആണ്. അതാണ് രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ui given xi is equal to 0. അതായത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ സം എടുത്തു കഴിഞ്ഞാലും 0 ആണ്, അതിന്റെ മീൻ എടുത്താലും 0 ആണ്. അതായത് മീൻ വാല്യൂ ഓഫ് ഡിസ്റ്റർബൻസ് ui ഓർ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ui ഈസ് 0. ഇതാണ് മൂന്നാമത്തെ അസംഷൻ. അത് കാണിക്കാനായിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് PRF ലൈനാണ് അല്ലെ, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ ലൈനാണത്. എന്താ ഇത് കാണിക്കുന്നത്? β1 പ്ലസ് β2 xi. ഇത് ഇന്റർസെപ്റ്റ് ആണ്, ഇത് സ്ലോപ്പ് ആണ്, ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഇത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി ഓരോ y-യും ഈ കണ്ടീഷണൽ മീനിൽ നിന്നുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ui എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഓരോ ui എന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള y-യും ഈ കണ്ടീഷണൽ മീൻ, ഈ സർക്കിൾഡ് മീൻ, ഇവിടെ സർക്കിൾ ചെയ്തിരിക്കുന്ന ഇതിൽ നിന്നുള്ള ഓരോന്നിന്റെയും ഡീവിയേഷൻസിനെയാണ് നമ്മൾ എറർ അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്ന് വിളിക്കുക ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തെല്ലാം പോസിറ്റീവ്സ് ആണ്, ഇവിടെ എല്ലാം നെഗറ്റീവ്സ് ആണ്. അതുപോലെ ഇവിടെ പോസിറ്റീവ്സ് ആണ്, നെഗറ്റീവ്സ് ആണ്. അപ്പൊ ഈ ലൈനിന്റെ ചുറ്റും നമുക്ക് എറേഴ്സ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ മീൻ എടുത്ത് കഴിയുമ്പോഴും 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ തേർഡ് അസംഷൻ. ആൻഡ് ഫോർത്ത് അസംഷൻ ഈസ് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ഇതിന്റെ പേര് കേട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല, വളരെ ലളിതമായ ഒരു ആശയമാണ്. ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, ഹോമോ മീൻസ് ഈക്വൽ എന്നാണ്, സ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്പ്രെഡ് എന്നാണ് അർത്ഥം. സ്പ്രെഡ് എന്താണ് ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്? സ്പ്രെഡ് എന്ന് പറയുന്നത് മീനിൽ നിന്ന്, ശരാശരിയിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ വേരിയബിളിന്റെയും ഒരു ഡിസ്പേഷനെയാണ് അല്ലെങ്കിൽ അകൽച്ചയാണ് നമ്മൾ സ്പ്രെഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ മീൻ, മീഡിയൻ, മോഡൊക്കെ അങ്ങനെ സെൻട്രൽ ടെൻഡൻസി ഒക്കെ പഠിച്ചിട്ട്
ഓരോ ആ സെൻട്രൽ വാല്യൂവിൽ നിന്ന് മറ്റു വാല്യൂസ് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇപ്പൊ വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? വേരിയൻസ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയറിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് നോക്കുക, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിഗ്മ. സിഗ്മയുടെ സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ അസംഷൻ. എന്താണ് കോൺസ്റ്റന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് എന്താണ് ഇത് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത് എന്താ? ഇതൊരു 3 ഡയമെൻഷനിലാണ്. ഇവിടെ നമ്മൾ ഹൈറ്റ് കാണിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് യു ഐ എന്നാണ്. അതായത് എററിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. നിങ്ങളത് നോക്കണ്ട, അതിന്റെ ഫ്രീക്വൻസി ആണ് കാണിക്കുന്നത്. എറേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ സെൻട്രൽ വാല്യൂവിലായിരിക്കും വരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഈ ഭാഗത്ത് വളരെ റയറായിട്ടായിരിക്കും. അതിന്റെ ടെയിലില്, ഈ ഒരു കർവിന്റെ ടെയിലില് വളരെ റയർ ഒക്കറൻസ് ആയിരിക്കും. എറേഴ്സിന്റെ ഒക്കറൻസ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? എറേഴ്സിന്റെ ഒക്കറൻസ് ഏറ്റവും കൂടുതൽ അതിന്റെ മെയിൻ വാല്യൂവിനടുത്തായിരിക്കും. അതുകൊണ്ടാണ് ഇതിനൊരു നോർമൽ കർവ് എന്ന് വിളിക്കുന്നത്. ഇതൊരു നോർമൽ കർവാണ്, ഒരു ബെൽ ഷേപ്ഡ് കർവാണ്, ബെല്ലിന്റെ ഷേപ്പാണ്. നമുക്ക് അതൊന്നും പഠിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതില് യു ഐന്റെ ഡിസ്ട്രിബ്യൂഷൻ x1ന്റെ നേരെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, x2ന്റെ നേരെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ xi, x3 ആവാം, x4 ആവാം, xn ആവാം. എല്ലാത്തിന്റെ നേരെ യു ഐയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ അതിന്റെ മീനിൽ നിന്ന്, യു ഐയുടെ മീൻ എല്ലായ്പ്പോഴും 0 ആണെന്ന് നമുക്കറിയാം. നമ്മൾ തൊട്ട് മുൻപത്തെ അസംഷനിൽ പഠിക്കുന്നതാണ്. ദ മീൻ ഓഫ് യു ഐ ഈസ് 0. സോ യു ഐയുടെ മീൻ, യു ഐ എന്ന് പറയുന്നത് എറേഴ്സ് ആണ്. എന്താണ് യു ഐ എന്ന് വളരെ ക്ലിയർ ആയിക്കോളാം. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വൈ ഐയും കണ്ടീഷണൽ മീനിൽ നിന്നുള്ള വ്യത്യാസത്തെയാണ് യു ഐ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മീൻ 0 ആണെന്ന് അറിയാം. അതായത് ഈ സെൻട്രൽ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. പിന്നെ മുകളിൽ പോസിറ്റീവ്സും താഴെ നെഗറ്റീവ്സും ആയിരിക്കും. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത്, സം 0 കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇവിടുത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇവിടുത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് മറ്റു യു ഐസ്, ഇൻഡിവിജ്വൽ യു ഐസ് അതിന്റെ മീനിൽ നിന്ന് എത്രത്തോളം സ്പ്രെഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുക. അതിന്റെ മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആക്ച്വലി ഒന്ന് തന്നെയാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് വേരിയൻസ് ആയി. സോ ഇവിടെ നമ്മൾ ഈ സ്പ്രെഡ് എന്ന് പറയുന്നത്, ഇതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പ്രെഡ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ സെയിം വാല്യൂ ആയിരിക്കും ഇവിടത്തെയും വരുന്നത്, അതേപോലെ ഇവിടെയും വരുന്നത്. അതായത് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്യുന്ന വേരിയൻസ് തന്നെയായിരിക്കും ഇവിടെയും എങ്കിൽ ദെൻ നമ്മൾ എന്ത് പറയും? ഈ ഡാറ്റ, നമ്മൾ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ ഹോമോസ്കെഡാസ്റ്റിക് ആണ്, ഈക്വൽ വേരിയൻസ് ഉള്ളതാണ്. ഈ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ അത് ഹോമോസ്കെഡാസ്റ്റിക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന β1, β2 എസ്റ്റിമേറ്റേഴ്സ് ഏറ്റവും ബെസ്റ്റ് ലീനിയർ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ ആവുകയുള്ളൂ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അതിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ പറയുന്നത് ഇതാണ്, ഈ അസംഷൻസ് എല്ലാം ഹോൾഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന OLS-ലൂടെ ഫൈൻഡ് ചെയ്യുന്ന എസ്റ്റിമേറ്റേഴ്സ് ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആയി മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ അസംഷൻസിന്റെ പ്രാധാന്യം. അപ്പൊ 4ാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഹോമോസ്കെഡാസ്റ്റിസിറ്റി. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി. ഇത് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ്. കാരണം ഇവിടുത്തെ വേരിയൻസ് അല്ല ഇവിടുത്തത്, ഇവിടുത്തെ വേരിയൻസ് അല്ല ഇവിടെ വേരിയൻസ് കുറവാണ്. എന്തുകൊണ്ട് കുറവാണ്? കാരണം മെയിനിൽ നിന്ന് മറ്റു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസിന്റെ അകൽച്ച വളരെ കുറവാണ്. ഇതാണ് മെയിൻ, നടുക്കുള്ളതാണ് മെയിൻ. ഒരു ഇൻഡിവിജ്വൽ വാല്യൂവും അതിന്റെ മീനും തമ്മിലുള്ള ഡീവിയേഷനെയാണ് നമ്മൾ സ്പ്രെഡ് അല്ലെങ്കിൽ വേരിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ആ വേരിയൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത് പീക്ഡ് ആയിട്ടുള്ള ഒരു കർവായിരിക്കുന്നത്. പീക്ഡ് എന്ന് പറയുന്നത് കുത്തനെയുള്ള, നമ്മളതിനെ ലെപ്റ്റോകർട്ടിക് എന്നാണ് വിളിക്കുക. അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ സ്പ്രെഡ് ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ട്. അതായത് വേരിയൻസ് ഇവിടേക്ക് വരുന്തോറും ഇവിടെ വേരിയൻസ് കൂടുതലാണ്, ഇതിനേക്കാൾ വേരിയൻസ് കൂടുതലാണ് ഇവിടെ.
ഇതിനേക്കാൾ വേരിയൻസ് കൂടുതലാണ് ഇവിടെ. കാരണം നോക്കുക, സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വേരിയൻസ് കൂടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കർവിനെ നമുക്ക് വേണമെങ്കിൽ പ്ലാറ്റി കർട്ടിക് എന്നാണ് അതിനെ വിളിക്കാം. നിങ്ങൾ അതൊന്നും പഠിക്കണമെന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ലെപ്റ്റോ കർട്ടിക് ആണ്, ഇത് പ്ലാറ്റി കർട്ടിക് ആണ്. അപ്പോൾ അതുപോലെ മെസോ കർട്ടിക് ഉണ്ട്, നോർമൽ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അൺഈക്വൽ സ്പ്രെഡ് ആണ്, വേരിയൻസ് ആണ്. അതായത് ഇതിന്റെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ആണ്. ഐ കാണിക്കുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് ഒരൊറ്റ വാല്യൂ അല്ല, ദർ ആർ n നമ്പർ ഓഫ് വാല്യൂസ്. ഓരോ എക്സിന് നേരെ, x1 നേരെ ഇവിടെ സിഗ്മ സ്ക്വയർ 1 ആയിരിക്കും. x1 നേരെ, x2 നേരെ ഇത് x2 ആവുമ്പോൾ വേരിയൻസ് ഉണ്ടാവും. സിഗ്മ സ്ക്വയർ അല്ല, മറിച്ച് സിഗ്മ സ്ക്വയർ 2 ആണ്. കാരണം അതിന് പ്രത്യേകിച്ച് വേറൊരു വേരിയൻസ് വാല്യൂ ഉണ്ട്. ഇനി ഇവിടെ x3 ആണെങ്കിലും, ഇവിടെ x3 ആണെങ്കിൽ സിഗ്മ സ്ക്വയർ 3 ആവും. കാരണം എന്താണ്? 3ക്ക് നേരെയുള്ള വേരിയൻസ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ആർ ഡിഫറെന്റ് സ്പ്രെഡ് ഓർ അൺഈക്വൽ സ്പ്രെഡ്, ഈക്വൽ സ്പ്രെഡ് അല്ല. അതേസമയം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എല്ലായിടത്തും ഒറ്റ വാല്യൂ ആണെങ്കിൽ, ഇവിടെയും ഒറ്റ വാല്യൂ ആണ്, ഇവിടെയും ഒറ്റ വാല്യൂ ആണ്, ഇവിടെയും എല്ലാം സ്പ്രെഡ് ഒറ്റ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഐ ഇടേണ്ട കാര്യമില്ല. ഇവിടെ ഐ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റിന്റെ ആവശ്യമില്ല. കാരണം x1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും n ആണെങ്കിലും ഇവിടെ ഒരൊറ്റ വേരിയൻസിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ, സിഗ്മ സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ അസംഷനിലേക്ക് കിടക്കുകയാണ്. അഞ്ചാമത്തെ അസംഷൻ, അസംഷൻ നമ്പർ 5. അസംഷൻ നമ്പർ 5. സോ അഞ്ചാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? നോ ഓട്ടോ കോറിലേഷൻ. നോ ഓട്ടോ കോറിലേഷൻ. സോ അഞ്ചാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നോ ഓട്ടോ കോറിലേഷൻ. എന്താണ് നോ ഓട്ടോ കോറിലേഷൻ? നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് ഇവിടെ എറേഴ്സിന്റെ ഇടയിൽ, അതല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ ഇടയിൽ there is no correlation. There is no correlation between stochastic variable. ഞാനിതൊരു എക്സാമ്പിളിലൂടെ ഒന്ന് പറയാം. സപ്പോസ് നമ്മൾ ഇയർ എടുക്കുകയാന്ന് വിചാരിച്ചു, ഇയർ വർഷം എടുക്കുക. ഞാൻ 2 വർഷം എടുക്കുകയെന്ന് വിചാരിച്ചു. 2 വർഷം. ആദ്യത്തെ വർഷം സപ്പോസ് 2020, 2019 2020 എടുക്കുകയാണ്. ഒരു സാമ്പിൾ ആണ്. എനിക്ക് കൃത്യമായ ഡാറ്റ ഒന്നും കളക്ട് ചെയ്യാതെ ഞാൻ ഇവിടെ 2 കാര്യങ്ങളും കൂടി എഴുതുകയാണ്. ഒന്ന് കൺസംഷൻ, അഗ്രിഗേറ്റ് കൺസംഷൻ ആണ്. കാരണം ഇയർ എടുക്കുമ്പോൾ നമുക്കൊരു അഗ്രിഗേറ്റ് ഡാറ്റയാണ് എടുക്കാം. സോ ഇവിടെ ഞാനൊരു അഗ്രിഗേറ്റ് കൺസംഷൻ, അഗ്രിഗേറ്റ് കൺസംഷൻ. ഇത് GDP എടുക്കുകയാണ്. GDP. ഓക്കെ, ഞാൻ എന്നിട്ടൊരു സാമ്പിൾ ഒരു ഡാറ്റ, വെറുതെ ഒരു ഡാറ്റ എഴുതുകയാണ്. ഇത് 100 ബില്യൺ ആണ് ഇരിക്കുക. 100 ബില്യൺ. ഇവിടെ 120 ബില്യൺ GDP. കൺസംഷൻ ഇവിടെ ഒരു 60 ബില്യൺ, ഇവിടെ ഒരു 70 ബില്യൺ. വെറുതെ ഒരു സാമ്പിൾ എക്സാമ്പിൾ തന്നു നോക്കാം. ഓക്കെ, ഇതിൽ ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ഇത് ഏത് ടൈപ്പ് ഡാറ്റയാണ്? ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഏത് ടൈപ്പ് ഡാറ്റയാണ്? ഇതിൽ ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? 3 ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ? Is it cross sectional data or time series data or pooled data or panel data? നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡാറ്റ ആയിട്ടാണ് തോന്നുന്നത്? തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഞാൻ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്രോസ് സെക്ഷണൽ ഡാറ്റ ഓർ ടൈം സീരീസ് ഡാറ്റ ഓർ പൂൾഡ് ഡാറ്റ
or panel data. Just go for any option. Hello? എൻ്റെ ചോദ്യം ഒന്നുകൂടി പറയാണ്, ഏത് ടൈപ്പ് ഡാറ്റയാണ്? ഞാനിവിടെ രണ്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 2 വർഷം, പിന്നെ 2 വേരിയബിളും തന്നിട്ടുണ്ട്, അഗ്രിഗേറ്റ് കൺസംഷനും GDP. ഇത് ഏത് ടൈപ്പ് ഡാറ്റ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്? എനി ഐഡിയ? ഞാൻ 4 ടൈപ്പ് ഡാറ്റയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ക്രോസ് സെക്ഷണൽ ആണ്, ക്രോസ് സെക്ഷണൽ. രണ്ടാമത്തത് ടൈം സീരീസ്. മൂന്നാമത്തത് പൂൾഡ്. നാലാമത്തത് പാനൽ. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ്. ഇത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ ആയിട്ടാണ് തോന്നുന്നത്? Time series data. Yes, it is time series data because it is over the different time period. Cross sectionലാണെങ്കിൽ ഒരു വർഷത്തെ മാത്രം പല ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ക്രോസ് സെക്ഷനിലാണ്, പല എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ. ഇത് ഒരു ടൈം സീരീസ് ഡാറ്റയാണ്, അങ്ങനെ 2 വർഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാനിതൊരു ടൈം സീരീസ് ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതില് ഏതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതിനെ സ്വാധീനിക്കുന്നു? സോ അതനുസരിച്ച് വേണം എനിക്ക് എക്സും വൈയും എഴുതാനായിട്ട്. ഏതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്ന എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അഗ്രിഗേറ്റ് കൺസംഷനും GDP. നമ്മൾ ഇൻകം കൺസംഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, which is same. So consumption dependent variable. Yeah. So this is dependent variable. This is independent variable. അപ്പൊ ഞാൻ മോഡലായിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ ഞാനൊരു മോഡൽ എഴുതിയാന്ന് വെച്ചു, yi is equal to, ഇവിടെ ഞാൻ ഐ എന്ന് എഴുതുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഐ എന്ന് എഴുതാത്തത്? ഐ എന്ന് എഴുതാൻ പറ്റാത്തത്, ഇത് ക്രോസ് സെക്ഷനിലാണെങ്കിൽ ഞാൻ ടി എന്നാണ് എഴുതുക. സബ്സ്ക്രിപ്റ്റ് മാറിയപ്പോൾ ടൈം സീരീസ് ഡാറ്റ എഴുതുകയാണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഐ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ടി ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ടൈം സീരീസ് ഡാറ്റ ചെയ്തുകൊണ്ട് ഞാൻ ഐക്ക് പകരം ടി ഉപയോഗിക്കാം. β1 ഇന്റർസെപ്റ്റ് ആണ്, β2 സ്ലോപ്പ് ആണ്. നമ്മൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണുള്ളത്, ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടി ആണ്. പ്ലസ് ut. യു എന്ന് പറയുന്നത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം, സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എക്സ് ഒഴിച്ച്, നമ്മൾ ഈ മോഡലിൽ ഉൾപ്പെടുത്താത്ത എക്സ് ഒഴിച്ച്, എക്സിനെയാണ് നമ്മൾ ഈ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, GDP തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GDP അല്ലാതെ വേറെ കൺസംഷനെ സ്വാധീനിക്കുന്ന മറ്റു പല ഘടകങ്ങളുണ്ടാവും. അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിക്കുന്ന മറ്റു പല ഘടകങ്ങളുണ്ടാവും. ജനറൽ പ്രൈസ് ലെവൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയോ, ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറോ, അല്ലെങ്കിൽ സീസണോ, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ മോഡലിൽ പക്ഷെ നമ്മൾ GDP മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റു ഘടകങ്ങൾ അതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് UI, സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഇതിൽ ചിലപ്പോൾ സീസൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഉണ്ടാവാം, ഇതെല്ലാം കൺസംഷനെ സ്വാധീനിച്ചേക്കാം. ഓക്കെ, ഇനി ഇത് ഞാൻ ഇത് 2020 ഒരു മോഡലായിട്ട് ഞാൻ എഴുതിയിരിക്കുകയാണ്. 2020 19 ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, YT -1. കാരണം എന്താണ്? 2020 -1 2019. ടൈം സീരീസ് ഡാറ്റ എഴുതുന്ന നേരത്ത് തൊട്ട് മുൻപത്തെ ഡാറ്റ എഴുതുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു വർഷം ലാഗ് ചെയ്തിട്ട്, അല്ലെ? ഇത് ഒരു വർഷം ലാഗിങ് ആണ്. ആ ലാഗ് കാണിക്കുന്നതാണ് -1. ലാഗ് എന്ന് പറയുന്നത് ഒരു വർഷം പിന്നിലേക്ക്. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ എഴുതാം, എനിക്ക് ഈ ഡാറ്റ എനിക്ക് ഇങ്ങനെ എഴുതാം, YT -1 β1 പ്ലസ് β2. ഞാൻ ഇവിടെ എന്ത് എഴുതും? അപ്പോൾ XT
ഒരു വർഷം മുൻപത്തെ ഇതിനേക്കാൾ ഒരു വർഷം മുമ്പത്തെ ഡാറ്റ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? t-1. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ ഇതിന്റെ ലാഗ് എഴുതുമ്പോൾ ഞാൻ എങ്ങനെ എഴുതും? ut-1. അതായത് ഇത് കറന്റ് ഇയർ ആണ്, ഇത് തൊട്ട് മുൻപത്തെ ഇയർ. ഇത് നോക്കാം, ഇത് കറന്റ് ഇയർ ആണ്, 2020 കറന്റ് ഇയർ ആണ്. തൊട്ട് മുൻപത്തെ വർഷത്തെയാണ് നമ്മൾ -1 കാണിക്കുന്നത്. 2018 കാണിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണിക്കേണ്ടതാണ്? 2018 ആണെങ്കിൽ സപ്പോസ് 2018, 2 വർഷം കറന്റ് ഇയറിനേക്കാളും 2 വർഷം മുമ്പ് എങ്ങനെ കാണിക്കും? അപ്പോ നമുക്ക് ഈ ഡാറ്റയിൽ ഇല്ല, പക്ഷെ എങ്ങനെ കാണിക്കും അത്? കറന്റ് ഇയറിനേക്കാൾ 2 വർഷം മുമ്പ് എങ്ങനെ കാണിക്കും? എങ്ങനെയാണ് ലാഗ്? എത്ര ഇയറിന്റെ ലാഗ് ആണുള്ളത്? എങ്ങനെ എഴുതാൻ പറ്റും? -2 ആണ്. യെസ്, yt-2. കാരണം 2 വർഷത്തെ ലാഗ്. -2, 2 വർഷത്തെ ലാഗ്, 2 വർഷം പുറകിലേക്ക്, ഇത് 1 വർഷം പുറകിലേക്ക്. അതേപോലെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അപ്പോൾ നേരത്തെ എഴുതിക്കുന്ന പോലെ തന്നെ β1 പ്ലസ് β2 xt-2 പ്ലസ് ut-2 ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് t-n വരെ എഴുതാം. എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ലാഗ്, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി നമ്മൾ എന്താണ് ഈ നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്? നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാം, ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയുന്നത്. there is no auto correlation. If there is no correlation between ut and ut-1, ut-യും ut-1ഉം തമ്മിൽ കോറിലേഷൻ ഇല്ല എങ്കിൽ we say that there is no auto correlation. ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോ എന്ന് പറയുന്നത് സെൽഫാണ്. ഒന്ന് അതിന്റെ തന്നെ പാസ്റ്റ് വാല്യൂസിനാൽ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം അതിന്റെ തന്നെ പാസ്റ്റ് വാല്യൂസിനാൽ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓട്ടോ കോറിലേഷൻ എന്ന് വിളിക്കും. ഓട്ടോ, സെൽഫ്, അതിന്റെ തന്നെ. ഇവിടെ എന്താണ് ഇവിടെ ഓട്ടോ കോറിലേഷൻ വന്നുള്ള കുഴപ്പമൊന്നും? ഓക്കെ, ഇനി ഇതൊന്നും എടുത്ത് ഈ ഒരു കാര്യം മാത്രം നമുക്ക് നോക്കാം. 2020 കാര്യം നോക്കിയാണ്. ഓക്കെ, ഇവിടെ അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിക്കുന്ന എന്തൊക്കെയാണ്? ഇവിടെ അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിക്കുന്ന എന്താണ്? β1, β2, xt, then ut. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് YT-നെ സ്വാധീനിക്കുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള GDP സ്വാധീനിക്കുന്നുണ്ട്. GDP ഒഴിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളുടെ എല്ലാം ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ UT-യിൽ പെടുത്തുന്നത്. ഓക്കെ, UT-യിൽ വരുന്നത് GDP ഒഴിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെയും മറ്റുള്ള വേരിയബിൾസിനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ സ്വാധീനിക്കുകയാണെങ്കിൽ ഇത് തൊട്ട് മുൻ വർഷത്തെ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണിത്. ഇതിനെ സ്വാധീനിക്കുകയാണെങ്കിൽ YT-യുടെ മേലുള്ള സ്വാധീനം ഇതിന്റെയും മാത്രമല്ല ഇതിന്റെ സ്വാധീനം കൂടി വരും. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിക്കുന്നത് ആ വർഷത്തെ GDP-യും ആ വർഷത്തെ മറ്റു ഇതര വേരിയബിൾസും അല്ല, മറിച്ച് കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളും കൂടി അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മോഡൽ നമുക്ക് കൃത്യമായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കില്ല തരിക. കാരണം എന്താണ്? ഈ എററിനെ കഴിഞ്ഞ വർഷത്തെ എറർ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എടുക്കാം. ഈ വർഷത്തെ കൺസംഷനെ കഴിഞ്ഞ വർഷം വളരെ മോശം ക്ലൈമറ്റ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ വർഷത്തെ കൺസംഷനെ ഈ വർഷത്തെ GDP-യും ഈ വർഷത്തെ ക്ലൈമറ്റും കഴിഞ്ഞ വർഷത്തെ ക്ലൈമറ്റും സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ, ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഷോക്കായിട്ടായിരിക്കാം. ഇപ്പൊ സപ്പോസ് ഞാൻ ക്ലൈമറ്റിന് പകരം ഒരു കാറ്റസ്ട്രോഫി എന്ന് വിചാരിക്കാം, ഒരു ഭൂകമ്പം വന്നു വിചാരിക്കാം.
ഓക്കെ, അതല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു വിചാരിക്കാം. ഇത് ഏതെങ്കിലും ഇത് രണ്ടാണെങ്കിലും ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അകത്ത് കയറി വരും. കാരണം നമ്മൾ GDP എടുത്തു. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ ഒക്കെ ആക്രമിക്കപ്പെട്ടു. അത് ആ വർഷത്തെ കൺസംഷനെ സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ അതിന് ശേഷം വരുന്ന കൺസംഷനെ സ്വാധീനിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു എലമെന്റ്, ഇവിടെ ഒരു കാറ്റസ്ട്രോഫിയോ അതല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയോ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം. അത് എന്തിലും ആ മോഡലിൽ വന്നിട്ടുണ്ട്. ആ വർഷത്തെ കൺസംഷനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അത് പിറ്റേ വർഷത്തെ കൺസംഷനെ സ്വാധീനിക്കുകയാണെങ്കിൽ, അഗ്രിഗേറ്റ് കൺസംഷനെ സ്വാധീനിക്കുകയാണെങ്കിൽ, we can say that there is autocorrelation. So this autocorrelation should be corrected in order to find the exact relation. കാരണം ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇവിടെ നമ്മൾ എക്സിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് നമ്മൾ എല്ലാത്തിനെയും നോക്കുക. റിഗ്രഷൻ അനാലിസിസിന്റെ ഒരു പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ കോറിലേഷൻ പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ റിഗ്രഷൻ മോഡലിന്റെ ഏറ്റവും എസൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എക്സാക്ട് റിലേഷൻ കാണിക്കുന്നതാണ് ഈ സ്ലോപ്പ് കോഎഫിഷ്യന്റുകൾ. അപ്പോൾ ഇതിന്റെ റിലേഷൻ, ഇതിന്റെ ഇമ്പാക്ട് ശരിക്കും β1 വരുന്നുണ്ട്. ഏത്? എക്സ് ഒഴിച്ച് മറ്റുള്ള ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് വരുന്നത് β1. അപ്പോൾ ഇത് വേറെ എന്തിനാൽ സ്വാധീനിക്കപ്പെട്ടാലും, കഴിഞ്ഞ മുൻ വർഷത്തെ വാല്യൂസിനാൽ സ്വാധീനിക്കപ്പെട്ടാലും ശരിക്കും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇമ്പാക്ട്, ഇതിന്റെ മേലുള്ള യുടെ ഇമ്പാക്ട് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? കഴിഞ്ഞ വർഷത്തെ എററും ഈ വർഷത്തെ എററിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ there should not be any autocorrelation. The one error should not be influenced by its past errors, or one variable should not be influenced by its past variables. If it is influenced by its past variable, then we can say that is autocorrelation. Here നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എററിനെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ എല്ലാ അസംഷൻസും പഠിക്കുന്നത് എറർ ടൈം സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിനെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ അസംഷൻസും നമ്മൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അസംഷൻസ് പറയാൻ നേരത്ത് നമ്മൾ നേരത്തെ തൊട്ട് മുൻപത്തെ അസംഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹോമോസ്കിഡാസ്റ്റിസിറ്റി എററിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. എററിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആണെന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ ഒരു എറർ അതിന്റെ പാസ്റ്റ് വാല്യൂസിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടരുത്. ഇതിനെയാണ് നമ്മൾ നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ അതിനെ കാണിക്കുന്നത് കോവേരിയൻസ് എന്നാണ്. ഇതിനൊക്കെ കോവേരിയൻസ് എന്ന് പറയുന്നത് കോറിലേഷന്റെ ന്യൂമറേറ്റർ ആണ് കോവേരിയൻസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. കോറിലേഷൻ എന്ന് പറയുന്നത് കോറിലേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, നോ കോറിലേഷൻ ആവാം. പെർഫെക്റ്റ് കോറിലേഷൻ തുടങ്ങി സീറോ കോറിലേഷൻ വരെയാണ് അതിന്റെ ഒരു വാല്യൂവിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് -1 ആവാം, പിന്നെ +1 ഇടയിലായിരിക്കും അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. -1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. +1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. 0 എന്ന് പറയുന്നത് നോ കോറിലേഷൻ. സോ നമ്മളത് എഴുതുന്നത് എങ്ങനെയാണ്? കോവേരിയൻസ് ബിറ്റ്വീൻ, നമ്മൾ ഇത് എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് നോ കോറിലേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? കോവേരിയൻസ് ബിറ്റ്വീൻ UI ആൻഡ് UJ, രണ്ട് എറേഴ്സിനെയാണ് കാണിക്കുന്നത്. നമ്മളിവിടെ UTയും UT-1 കാണിച്ച പോലെ ഇവിടെ UI ആൻഡ് UJ given XI and XJ. ഇവിടെ നമ്മൾ XT-1, XI and XJ is equal to 0. ഈ ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ അഞ്ചാമത്തെ ഇക്വേഷന്റെ അഞ്ചാമത്തെ അസംഷന്റെ ഒരു ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു PG ലെവലൊക്കെ ആകുമ്പോൾ ഞാനത് എടുത്തത്. തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം നമുക്ക് പോയാൽ മതി, മെയിൻ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇനി ഓട്ടോ കോറിലേഷൻ, നമ്മൾ നോ ഓട്ടോ കോറിലേഷൻ കാണിക്കുന്ന ഒരു ഡയഗ്രാം കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഇത് എറേഴ്സ് ആണ്. എറേഴ്സ് പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്. ഇവിടെ എറേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ എറേഴ്സ് എല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് പോകുന്നത്.
അതിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് പാറ്റേൺ ആണ്, ഇവിടെയാണെങ്കിൽ ഒരു നെഗറ്റീവ് പാറ്റേൺ ആണ്. ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെയാണെങ്കിൽ പാറ്റേൺ ഇല്ല, എറേഴ്സ് റാൻഡം ആയിട്ട് എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ ഇത് എന്ന് പറയുന്നത് നോ ഓട്ടോ കോറിലേഷൻ ആണ്. എറേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനൊരു പാറ്റേൺ ഇല്ല എങ്കിൽ നമ്മൾ എറേഴ്സിനെ നമ്മൾ ഒരു ഡയഗ്രത്തിലേക്ക് പ്ലോട്ട് ചെയ്യും. അതിനെ നമ്മൾ റെസിഡ്യൂവൽ പ്ലോട്ട് എന്നാണ് അതിനെ വിളിക്കുക, റെസിഡ്യൂവൽ കർവ്. ഇവിടെ നമ്മൾ റെസിഡ്യൂവൽസിനെ ഇത് നമ്മൾ ശരിക്കും നമ്മൾ പ്രോബ്ലം ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ, ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് റെസിഡ്യൂവൽസ് ആണ് കിട്ടുക. ഇവിടെ നമ്മൾ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ ആണ് കാണിക്കുന്നത്. ഇവിടെ സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന് ഒരു പാറ്റേൺ ഇല്ല, എവിടെ വേണമെങ്കിലും ആവാമെങ്കിൽ അത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കോറിലേഷൻ ഇല്ല എന്നർത്ഥം. ഇവിടെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇവിടെ ഇതും ആക്ച്വലി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിനെയും പോസിറ്റീവ് കോറിലേഷൻ ആണ് വിളിക്കുക. ഒന്നിവിടെയും ഒന്നിപ്പുറത്തും ഇങ്ങനെ മാറി മാറി സിക്സാഗ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആണ് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതിനെ നെഗറ്റീവ് കോറിലേഷൻ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാം. ഇവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ യു ഐനെ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ, പാറ്റേൺ ഒന്ന് മറ്റൊന്നിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ കോറിലേഷൻ ഉണ്ട്. ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റത് വർദ്ധിക്കുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റത് കുറയുന്നു. അപ്പോൾ ആ പാറ്റേണിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിളിന്റെ ഇടയിൽ റിലേഷൻ ഉണ്ടെങ്കിൽ, ലീനിയർ റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയും. ഇപ്പൊ സ്റ്റഡി അവറും നിങ്ങളുടെ മാർക്കും തമ്മിൽ യു ക്യാൻ എസ്റ്റാബ്ലിഷ് എ കോറിലേഷൻ. സ്റ്റഡി അവർ കൂടുമ്പോൾ മാർക്ക് കൂടും, സ്റ്റഡി അവർ കുറയുമ്പോൾ മാർക്ക് കുറയും. അപ്പോൾ ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ. രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നു, ഇൻകം കുറയുമ്പോൾ കൺസംഷൻ കുറയുന്നു. ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ദർ ഇസ് എ നെഗറ്റീവ് കോറിലേഷൻ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. There is a negative correlation. So when there is no correlation, you cannot establish any relationship between the two variables. Correlation ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ രണ്ട് എറേഴ്സിന്റെ ഇടയിൽ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇത് നമ്മൾ റിലേഷൻ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ടൈം സീരീസ് ഡാറ്റയിൽ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്തോളൂ. നിങ്ങൾ ഭാവിയിൽ ഇനി എക്കണോമെട്രിക്സ് ഒക്കെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ വൺ തിങ് ഈസ് ഫോർ ഷുവർ, ടൈം സീരീസ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഓട്ടോ കോറിലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് വേറെ പല മാർഗങ്ങളുണ്ട്. അത് ഓട്ടോ കോറിലേഷൻ കറക്റ്റ് ചെയ്തിട്ട് അനാലിസിസ് നടത്താനായിട്ട് പല മാർഗങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ നിലവിൽ പഠിക്കുന്നില്ല. നമ്മുടെ അഞ്ചാമത്തെ സിലബസിൽ 5ാമത്തെ മൊഡ്യൂളിൽ അത് ചെറുതായിട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്, ഓട്ടോ കോറിലേഷന്റെ. അപ്പൊ നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ ഇഫ് ദർ ഇസ് ഓട്ടോ കോറിലേഷൻ, ദർ ആർ മെത്തേഡ് ടു ഐഡന്റിഫൈ ദാറ്റ്, ദർ ആർ മെത്തേഡ് ടു കറക്റ്റ് ദാറ്റ്. ഓക്കെ, സോ 5ാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷൻ കാണിക്കുന്നത് എങ്ങനെയാണ്? These two diagrams are display auto correlation and this diagram display no auto correlation. So that is 5th assumption. And we will go to the 6th assumption now. Zero covariance between ui and xi. അടുത്തത് സി, നമ്മൾ ഇതെല്ലാം യു ഐനെ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ യു ഐ ആൻഡ് എക്സ് ഐ. നമുക്ക് ഇങ്ങനെ കോവേരിയൻസ് വെച്ച് തന്നെ കാണിക്കാം. അതായത് 6ാമത്തെ അസംഷൻ. എന്താണ് 6ാമത്തെ അസംഷൻ? 6ാമത്തെ അസംഷൻ എന്ന് പറയുന്നത് 6th assumption. Zero covariance or correlation. Covariance between covariance or correlation എന്ന് പറയുന്നത് ശരിക്കും കോവേരിയൻസ് കോറിലേഷന്റെ ന്യൂമറേറ്റർ ആണ്. രണ്ടും സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ എന്താണ്? യു ഐ ആൻഡ് എക്സ് ഐ. യു ഐ ആൻഡ് എക്സ് ഐ. ഇത് ഐ എഴുതുമ്പോൾ എന്തായി? ക്രോസ് സെക്ഷണൽ ഡാറ്റയാണ് അല്ലെ? ഇനി ഈ മോഡൽ ഒന്ന് നോക്കാം.
yi is equal to beta, sorry, yi is equal to beta 1 plus beta 2 xi plus ui. ഓക്കെ, ഇവിടെ നോക്കാം. ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ഇതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ. ഇതിന്റെ ഇടയിൽ കോവേരിയൻസ് പാടില്ല, റിലേഷൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിഗ്രഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോന്നിന്റെയും ഇൻഡിപെൻഡന്റ് ഇമ്പാക്ട്, ഡിപ്പെൻഡന്റ് വേരിയബിളിലുള്ള ഇൻഡിപെൻഡന്റ് ഇമ്പാക്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്നത്. എന്താ അതിന്റെ അർത്ഥം? എക്സിന്റെ ഇൻഫ്ലുവൻസ് വൈയിൽ എത്രയാണെന്ന് അറിയാനായിട്ട് അതാണ് ഈ ബീറ്റ 1 കാണിക്കുന്നത്, സോറി ബീറ്റ 2 കാണിക്കുന്നത്. അതായത് എക്സ് എത്രത്തോളം വൈനെ സ്വാധീനിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബീറ്റ 2 കാണിക്കുന്നത്. എക്സിന്റെ മാത്രം ഇമ്പാക്റ്റ് ആണ് അത് വൈയിൽ. ഇതിന്റെ ഇമ്പാക്റ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതിന്റെ ഇമ്പാക്റ്റ് ശരിക്കും എവിടെയാണ് വരുന്നത്? ഇതാണ് ശരിക്കും യുഐയുടെ ഇമ്പാക്ട്. എക്സ് ഒഴിച്ച് എക്സ് 0 ആണെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ ബീറ്റ 1 ഉപയോഗിക്കുന്നത്. അപ്പൊ ആക്ച്വലി ബീറ്റ 1 എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ 1 എന്ന് പറയുന്നത് യുടെ ഇമ്പാക്റ്റ് ആണ് ബീറ്റ 1 കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലോ, ഈ രണ്ടും പരസ്പരം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ രണ്ടിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വൈന്റെ മേലുള്ള ഇമ്പാക്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ബീറ്റ 2 സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ ഇമ്പാക്റ്റും കയറി വരും. എക്സ് വൈനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ബീറ്റ 2 സ്റ്റോക്കാസ്റ്റിക് വേരിയബിളിന്റെ ഇമ്പാക്റ്റും കയറി വരും. അല്ലെങ്കിൽ ui എക്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ യുടെ ഇൻഫ്ലുവൻസ് ബീറ്റ 1 നമുക്ക് വൈനെ കാണിക്കുന്നുണ്ട്, ബീറ്റ 2 കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റിഗ്രഷൻ ചെയ്യേണ്ട റിഗ്രഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവിടെ പരാജയപ്പെടുകയാണ്. എന്താണ് റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്നത്? ഒന്നുകൂടി പറയുകയാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇമ്പാക്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ റിഗ്രഷൻ ഉപയോഗിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ മാത്രം, അതാണ് ഈ കോഎഫിഷ്യന്റ് കാണിക്കുന്നത്. അപ്പൊ ഇത് പരസ്പരം സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇമ്പാക്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഇതിന്റെ ഈ ബീറ്റ 2 അകത്ത് ഇതിന്റെ ഇമ്പാക്റ്റും കയറി വരും, ഇതിന്റെ അകത്താണെങ്കിൽ ഇതിന്റെ ഇമ്പാക്റ്റും കയറി വരും. അപ്പോൾ അതുകൊണ്ട് വൈയിലുള്ള ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും എക്സാക്ട് ആയിട്ടുള്ള ഇമ്പാക്ട് മെഷർ ചെയ്യാനായിട്ട് ഈ കോവേരിയൻസ് ഉണ്ടെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് എററും എക്സയും കോവേരിയൻസ് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് ആറാമത്തെ അസംഷൻ ആയിട്ട് പറയാനുള്ളത്. കാരണം ഇത് രണ്ടും തമ്മിൽ എക്സാക്ട് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനു പകരം വേറെ ഒന്നും ഉപയോഗിച്ചാൽ മതി, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് നമ്മൾ ആറാമത്തെ അസംഷന് നമ്മൾ പറയുന്നത് സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ ui ആൻഡ് xi. സീറോ കോവേരിയൻസ് ബിറ്റ്വീൻ ui ആൻഡ് xi. സോ ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ui xi is equal to 0. അങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. അല്ലെങ്കിൽ കോവേരിയൻസ് ബിറ്റ്വീൻ ui and xi is equal to 0. ഓക്കെ, ഇനി ഏഴാമത്തെ അസംഷൻ, സെവൻത് അസംഷൻ. Seventh assumption is the number of observations n must be greater than the number of parameters to be estimated. N should be greater than number of parameters. Number of parameters. Okay.
എന്താണ് നമ്പർ ഓഫ് പാരാമീറ്റർ? ഇപ്പൊ ഈ ഒരു മോഡൽ എഴുതുകയാണെങ്കിൽ yi is equal to beta 1 plus beta 2 xi plus ui. ഇതിൽ എത്ര പാരാമീറ്റർ ഉണ്ട്? രണ്ട് പാരാമീറ്റർ ആണുള്ളത്. ഒന്ന് ഇന്റർസെപ്റ്റ് പാരാമീറ്ററും രണ്ട് സ്ലോപ്പ് പാരാമീറ്ററും. അപ്പൊ ഇവിടെ നോക്കാം, ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് രണ്ട് പാരാമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ ആണെങ്കിൽ രണ്ട് പാരാമീറ്റർ ഉണ്ടാവും. അപ്പോൾ സാമ്പിൾ നമ്മൾ എന്നിന്റെ സൈസ്, എന്ന് പറയുന്നത് സൈസ്, പോപ്പുലേഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതും, നമ്മൾ സ്മോൾ ലെറ്റർ എൻ സാമ്പിൾ ആണെങ്കിൽ എഴുതും. n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2. ഇവിടെയാണെങ്കിൽ രണ്ട് ഡാറ്റ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, രണ്ടല്ല 3 ഡാറ്റ ഉണ്ടാവണം. രണ്ടിൽ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിഗ്രഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം ചെയ്തു, നമ്മളൊരു പ്രോബ്ലത്തിന്റെ സാമ്പിൾ എടുത്ത് ചെയ്തിരുന്നു. മുകളിലായിട്ട് യെസ്, ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് എത്ര n ഉണ്ട്? 1 2 3 4 n ഉണ്ട്. n ഈസ് ഈക്വൽ ടു 4. ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ബിക്കോസ് ദർ ആർ 2 പാരാമീറ്റേഴ്സ്, ബീറ്റ 1 ആൻഡ് ബീറ്റ 2. 3 ആണെങ്കിൽ പോലും ചെയ്യാം. അതായത് 12 6 ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 4 5 7 1 4 5 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് n ഈസ് ലെസ് ദാൻ 4ഉം 1ഉം ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. 4ഉം 5ഉം 1ഉം 4ഉം ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മിനിമം n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. എന്താണ് പാരാമീറ്റർ? ഇന്റർസെപ്റ്റ് പാരാമീറ്റർ പ്ലസ് സ്ലോപ്പ് പാരാമീറ്റർ. ഇതൊരു 2 വേരിയബിൾ റിഗ്രഷൻ ആയതുകൊണ്ട് ഇവിടെ 2 പാരാമീറ്ററേ ഉള്ളൂ. ഇനി ഇതിനെ ഞാനൊരു മൾട്ടിപ്പിൾ റിഗ്രഷൻ ആയിട്ട് എഴുതുകയെന്ന് വിചാരിച്ചു. മൾട്ടിപ്പിൾ റിഗ്രഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ y is equal to beta 1 plus beta 2 x2i plus beta 3 x3i plus ui. എത്ര പാരാമീറ്റർ ഉണ്ട് ഇതിൽ? എത്ര പാരാമീറ്റർ ഉണ്ട് ഇതിന്റെ അകത്ത്? എത്ര പാരാമീറ്റർ ഉണ്ട്? ഇതിന്റെ അകത്ത് എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 3 സർ. 3. ഇവിടെ 1 ഇന്റർസെപ്റ്റ് പാരാമീറ്റർ, 2 ഇതിന്റെ സ്ലോപ്പ് പാരാമീറ്റർ, 3. നോക്ക, 3 പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 1 2 3. സോ നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ റിഗ്രഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ n-ന്റെ സൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ 7th അസംഷൻ. നമുക്ക് 10 അസംഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തത് 5ാമത്തത് നോ ഓട്ടോ കോറിലേഷൻ, 6ാമത്തത് 0 കോവേരിയൻസ് ബിറ്റ്വീൻ ui ആൻഡ് xi, 7ാമത്തത് n ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. അങ്ങനെ 3 അസംഷൻസ് കൂടി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 4 അസംഷൻസ് എടുത്തിരുന്നു. ഇനി ഒരു 3 ചെറിയ അസംഷൻസ് ആണുള്ളത്. ഞാനത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നു. റഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇനി ഒരു 3 അസംഷൻസും കൂടിയുണ്ട്. ചെറുതാണ്, ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. എങ്കിലും ഞാനത് അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ട് വേറൊരു ടോപ്പിക് കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എടുത്തത് 7ാമത്തെ ഇതുവരെയാണ്. ഇനി 8 9 10 3 അസംഷൻസ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരില്ല. ഓക്കെ, സോ